ഹലോ എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വൈബിങ് വൈദ്യാസ്. ദിസ് ഇസ് നീതു. ഇന്നത്തെ വ്ളോഗ് ഒരു ഹോം വ്ളോഗാണോ, കുക്കിംഗ് വ്ളോഗാണോ, ട്രാവൽ വ്ളോഗാണോ എന്നുള്ളത് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഹോമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൻ്റെ പകുതി മുക്കാൽ സമയവും ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു യാത്രയെ പറ്റിയാണ്. അപ്പോൾ ഇത് ഏത് കാറ്റഗറിയിൽ പെടുമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. സമയം സൺഡേ മോർണിംഗ് ആണ്. എൻ്റെ ഉദ്ദേശം ദോശയും നല്ല വറുത്തരച്ച സാമ്പാറും ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം മിഥു ഇന്ന് ശബരിമലയ്ക്ക് പോവാണ്. ഏകദേശം 37-38 ദിവസമായിട്ട് ഞാനും മിഥുവും വ്രതം എടുക്കുന്നുണ്ട്. മിഥുവിന് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഡിസംബർ 3 ദർശനത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് വഴി ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഡിസംബർ 3 ആ ദിവസം നമ്മുടെ വ്രതം 41 ദിവസം കംപ്ലീറ്റ് ആവും. 41ാമത്തെ ദിവസമാണ് മിഥുവിന് ഈ ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മിഥു ഒറ്റയ്ക്കാണ് പോകുന്നത്. ബുള്ളറ്റിലാണ് പരപ്പനങ്ങാടി ടു ശബരിമല ട്രാവൽ ചെയ്യാൻ പോകുന്നത്. എനിക്ക് നല്ല ടെൻഷനുണ്ട്. പക്ഷെ ഞാനത് പുറത്ത് കാണിക്കുന്നേ ഇല്ല. കാരണം മിഥു ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് പോയിട്ട് തിരിച്ചു വരണം എന്നാണ് എനിക്ക്. അയ്യോ എന്ത് പറ്റും എന്ന് കുറേ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റിവിറ്റിയും ടെൻഷനും അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു സോളോ ട്രിപ്പ് പോയി വരുന്നത് മിഥുവിന് ഇപ്പോൾ ആവശ്യമാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഞാൻ കുറേ പറയാറുമുണ്ട് യാത്ര പോയിട്ട് വരുമെന്ന്. എന്തായാലും മിഥു പോയിട്ട് വരട്ടെ. അപ്പം മിഥു അവിടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. കാരണം ഈ കാര്യത്തിൽ ഏറ്റവും മിടുക്കൻ മിഥുവാണ്. ഞാൻ വല്ല ഗേൾസ് ഓൺലി ട്രിപ്പിനൊക്കെ പോകുമ്പോൾ എൻ്റെ ബാഗ് പാക്ക് ചെയ്ത് തരാറും മിഥുവാണ്. എന്തൊക്കെ സാധനങ്ങൾ വെക്കണം, നമുക്ക് നമ്മളുടെ ആ ഒരു യാത്രയിൽ മൊത്തത്തിൽ എന്തൊക്കെ ആവശ്യം വന്നേക്കാം എന്ന് ആലോചിച്ച് അതൊക്കെ കറക്റ്റായിട്ട് മിഥു എടുത്ത് വെക്കും. പിന്നെ മിഥു ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സാധനം ഏത് ബാഗിൽ ഏത് കള്ളിയിലായിരിക്കുന്നതെന്നൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ മിഥു തന്നെയാണ് അത് യൂസ് ചെയ്യേണ്ടത്. അപ്പം മിഥു തന്നെ വെക്കുമ്പോൾ മിഥുവിന് കറക്റ്റായിട്ട് അറിയാം എന്ത് എവിടെ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പം മിഥു പാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ സാമ്പാറിൻ്റെ പരിപാടികളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പാർ റെഡിയാക്കിയിട്ട് ദോശ ചൂടോടെ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശയാണ് മിഥുവിന് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും ഡിന്നറായിട്ടായാലും എപ്പോൾ കൊടുത്താലും മിഥു ദോശ കഴിച്ചോളും. അതിൻ്റെ കൂടെ സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ മിഥു ഭയങ്കര ഹാപ്പിയാണ്. സാമ്പാർ മിഥുവിന് ഭയങ്കര ഇഷ്ടമുള്ള കറികളിലൊന്നാണ്. അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കാമെന്ന് അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. കുക്കറിൽ പരിപ്പും വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഞാൻ ദോശമാവിൽ ഉപ്പിടുകയാണ്. കാരണം ഇത് അരയ്ക്കുന്ന സമയത്ത് ഉപ്പിടാറില്ലല്ലോ, ഞാനിടാറില്ല. അപ്പോൾ അത് ഓർമ്മ വന്നപ്പോൾ ഇട്ട് വെക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പിടാൻ മറന്നിട്ട് ഉപ്പില്ലാത്ത ദോശ ഉണ്ടാക്കും. അപ്പോൾ അതവിടെ ഇട്ടിട്ട് ഒന്ന് കലക്കി വെക്കുന്നുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെയാണ് മാവ് വെച്ചിരുന്നത്. അരയ്ക്കാൻ ലേറ്റ് ആവുന്ന ദിവസങ്ങളിൽ ഞാൻ ആ ജാറിൽ തന്നെ വെക്കും. അപ്പോൾ പ്രഷറിൽ ഇരിക്കുമ്പോൾ അത് നല്ലോണം ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. ആ സമയത്ത് നമുക്ക് സാമ്പാറിലേക്ക് വറുത്തരയ്ക്കാനുള്ള തേങ്ങയും കൂടി ചിരകി എടുക്കുന്നുണ്ട്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് നല്ല ഫ്രഷ് കറിവേപ്പില പറിച്ചെടുക്കുകയാണ്. ഈ ചെടി ഭയങ്കര ശുഷ്കിച്ച് ഉണങ്ങിയാണ് നിന്നിരുന്നത് കേട്ടോ. വീടുണ്ടാക്കിയ സമയത്ത് നട്ടതാണത്. ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് മരിച്ചു പോയി. പിന്നെ അമ്മ കുറേ പ്രയത്നിച്ച് അതിന് ജീവൻ തിരിച്ച് കിട്ടി. അമ്മ ഇടയ്ക്ക് വന്നതിന് വെള്ളവും വളമൊക്കെ കൊടുക്കും. പക്ഷെ ഇപ്പം മൊത്തത്തിൽ ആ മണ്ണ് നന്നായി. നമ്മൾ വെജിറ്റബിൾ വേസ്റ്റൊക്കെ ഇട്ടിട്ട് മണ്ണിൽ ഇത്തിരി വളമൊക്കെ വന്നു. ഇത് അപ്പുറത്തെ പറമ്പ് വെച്ചാൽ നമ്മൾ തന്നെ പറമ്പാണ്. അവിടെ നിന്ന് എന്തോ ഞാൻ പച്ചക്കറി വേസ്റ്റ് വലിച്ചെറിഞ്ഞതെന്ന് മത്തങ്ങയാണെന്ന് തോന്നുന്നു. വളർന്ന് ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ആ കാണുന്നത് രാമച്ചാണ് കേട്ടോ. അത് പറിക്കാറായി, അതിൻ്റെ വേരെടുക്കാറായി. ചിലപ്പോൾ അത് നാശമായിട്ടുണ്ടാവും. ഒരു വർഷത്തിലൊക്കെ എടുക്കേണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് നാളായി. നോക്കി നോക്കാം എന്തായാലും. അപ്പം ഈ പറമ്പൊക്കെ ആകെ കാടായിട്ട് കിടക്കുകയാണ്. ഒന്ന് വൃത്തിയാക്കണം. സൂര്യഭഗവാൻ അവിടെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് കിഴക്ക് വശത്ത്. ഇതാ. അപ്പോൾ ആ ദർശനവും കിട്ടിയിട്ട് വീണ്ടും ഞാൻ കുക്കിങ്ങിലേക്ക് കടന്നു. തേങ്ങ വറുത്തരയ്ക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ മലപ്പുറംകാർ സാമ്പാറിന് വറുത്തരയ്ക്കുമ്പോൾ അതിൽ 2 അല്ലി വെളുത്തുള്ളി ഇടും കേട്ടോ. അപ്പോൾ എന്നെ മിഥുവിൻ്റെ അച്ഛൻ എപ്പോഴും കളിയാക്കുന്ന കാര്യമാണ്, മലപ്പുറത്തുള്ളവർക്ക് വെളുത്തുള്ളി ഇല്ലാണ്ടൊരു പരിപാടിയില്ല. ഓലൻ ഉണ്ടാക്കുന്നതിൽ വരെ അവരും വെളുത്തുള്ളി ഇടുമെന്ന്. അത് അച്ഛൻ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് എന്നെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ അച്ഛൻ വെജിറ്റേറിയൻ ആയിരുന്നു, ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ ഈ മലബാർ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കിട്ടാൻ പാടാണെന്ന് പറയും. രാവിലെ തന്നെ പുട്ടും മത്തിക്കറിയും കഴിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് 5 മണിക്ക് പുട്ടും മത്തിക്കറിയും കഴിക്കും നിങ്ങളെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും. പക്ഷേ സാമ്പാറിൽ നമ്മൾ വെളുത്തുള്ളി അരയ്ക്കാറുണ്ട് കേട്ടോ, ഈ വറുത്തരയ്ക്കുമ്പോൾ. അപ്പോൾ അത് ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്. ശരിക്കും അത് നല്ല ടേസ്റ്റാണ്, ട്രസ്റ്റ് മീ. അപ്പം അങ്ങനെ ഞാൻ തേങ്ങ വറുത്തരച്ചിട്ട് തേങ്ങ നല്ലോണം
വറുത്ത് കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഞാൻ പൊടികൾ ആഡ് ചെയ്യുന്നത്. അതെനിക്ക് മിഥുവിൻ്റെ അമ്മ പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ എൻ്റെ സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൃശ്ശൂർ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ വീട് തൃശ്ശൂരാണ്. അവിടെ പോകുമ്പോൾ അമ്മ വീട്ടിൽ പോകുമ്പോൾ കഴിക്കുന്നതിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം സാമ്പാർ മാത്രമാണ്. ബാക്കി അമ്മമ്മയും മേമ്മമാരും കുക്ക് ചെയ്യുന്ന എല്ലാം ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ സാമ്പാർ എനിക്കിഷ്ടമല്ലായിരുന്നു. പക്ഷേ മിഥുവിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ അടിപൊളിയാണ്. എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത് അമ്മയാണ്. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് കുറേയൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ മിഥുവിന് എൻ്റെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ എൻ്റെ അമ്മയ്ക്കും അനിയനും ഒക്കെ ഇത് ഇഷ്ടമാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ പക്കാ മലപ്പുറം സ്റ്റൈലല്ല ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും കൂടെ ഒരു മിക്സ് ആണെന്ന് തോന്നുന്നു. എന്തായാലും എൻ്റെ ഭർത്താവിന് ഇത് വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് ഞാനിന്ന് പുതിയ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരുന്നില്ല. ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ള പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ വഴറ്റി അതിലേക്ക് നമ്മൾ വഴുതനങ്ങയും തക്കാളി ഇട്ട ശേഷം നമ്മൾ വേവിച്ച പരിപ്പും പൊട്ടറ്റോയും ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടിയുള്ള സാധനം ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വറുത്തരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില വാരി വിതറുന്നുണ്ട്. എനിക്ക് കറിവേപ്പില ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലത്തെ ആണെങ്കിൽ പറയും വേണ്ട. ഇത് ആ സമയത്ത് ഒന്ന് വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വരാൻ പോവുകയാണെന്നുള്ളത്, യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം മിഥുവിന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇത് തിരിച്ച് വരുമ്പോഴേക്കും സാമ്പാറിൻ്റെ പണി തീരുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. കാരണം കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞു എനിക്ക് മൾട്ടി ടാസ്കിങ് ഇത്തിരി പാടാണെന്ന്. പക്ഷേ ഇനി ഇത് കുഴപ്പമില്ല, ഇത് അവിടെ ഇരുന്ന് തിളയ്ക്കല്ലേ വേണ്ടു. അപ്പോൾ തേങ്ങയും കൂടി വറുത്ത് അരച്ചത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ഒന്നും നോക്കണ്ടല്ലോ. ഒന്ന് തിളച്ചൊരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകുമ്പോൾ അതിൽ കടുക് വറുത്തിടുക, കടുകും മുളകും ഉലുവയൊക്കെ വറുത്തിടുക വേണ്ടു. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് ദോശ ഉണ്ടാക്കൽ പരിപാടി തുടങ്ങാം. അപ്പം ഞാൻ പതിയെ ഈ ബർണറിൽ നിന്ന് നമ്മുടെ സാമ്പാറിൻ്റെ ചട്ടിയെടുത്ത് അപ്പുറത്തേക്ക് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ ദോശ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. ദോശ ഉണ്ടാക്കാൻ എന്നെക്കാളും എക്സ്പേർട്ട് മിഥു തന്നെയാണ്. മിഥുവിൻ്റെ അമ്മയും സൂപ്പറായിട്ട് ദോശ ഉണ്ടാക്കും. നല്ല സോഫ്റ്റായിട്ട് പേപ്പർ റോസ്റ്റ് പോലെ ഉണ്ടാക്കും. അപ്പം ഞാൻ അത്രയ്ക്ക് എക്സ്പേർട്ടൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ലാതെ ഞാനും ഇപ്പം ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ഇങ്ങനെ പറഞ്ഞ് നമ്മളെപ്പോൾ ഇങ്ങനെ പറഞ്ഞോ അപ്പോൾ ദോശക്കല്ലിന് എന്തെങ്കിലും ഒരു അസ്കിത ഉണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ദോശ അത്ര നന്നായിട്ടില്ല. 2-3 ദോശ കഴിഞ്ഞിട്ടാണ്. കാരണം ചിലപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ഇതിൽ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ദോശക്കല്ല് നമ്മൾ ദോശയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കണം. ആൻഡ് ഈ ദോശക്കല്ലും മിഥുവിൻ്റെ അമ്മയുടെയാണ്. ഞങ്ങൾ വീട് മാറുന്ന സമയത്ത് ആ ദോശക്കല്ല് ഞാൻ അടിച്ചു മാറ്റിയതാണ് അവിടെ നിന്ന്. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മല്ലിയില ഇട്ടു, കടുക് വറുത്തത് ഒഴിച്ചു, സാമ്പാർ റെഡിയായി. മിഥു വീട്ടിൽ നിന്ന് പോയി വന്നപ്പോൾ ഞാൻ ദോശയും സാമ്പാറൊക്കെ ടേബിളിൽ കൊണ്ടു കൊടുക്കുകയാണ്. മിഥുവിന് ദോശ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഓരോരോ ദോശ ചൂടായിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ എനിക്കിതൊരു മാഞ്ഞാളായിട്ട് തോന്നിയിരുന്നു. ഈ പോത്ത് പോലെ ആയ ആൾക്കാർക്ക് ഇങ്ങനെ ദോശ ചുട്ട് കൊടുക്കലും മിഥുവിൻ്റെ അമ്മ ചെയ്യും. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇത് കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കോയമ്പത്തൂരിൽ നിന്ന് രാത്രി വരുമ്പോൾ പാതിരാത്രിയാണ് വീട്ടിലെത്തുക. ആ സമയത്തും അമ്മ ഈ ദോശ ചൂടോടെ ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കും. മോന് ഏറ്റവും ഇഷ്ടമുള്ളത് ദോശയാണെന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ അത് എന്നോട് ഒരു കുട്ടി കിടന്നോളൂ വേണമെങ്കിൽ എന്ന് പറയും. എന്നിട്ട് അമ്മ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അങ്ങനെ പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടൊക്കെ ആയ ഒരു സമയത്ത് ഞാനങ്ങനെ മിഥുവിനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ വേണമെങ്കിൽ കുട്ടി കിടന്നോളൂ എന്ന് പറയെങ്കിലും ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും മിഥുവിന് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കും ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ. ചിലപ്പോൾ മൂടുള്ളപ്പോൾ, നോട്ട് ദ പോയിൻ്റ്, എപ്പോഴും ഇല്ല, ചിലപ്പോൾ നല്ല മൂഡിലാണെങ്കിൽ എനിക്കിഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെ മിഥുവിൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മാഡം എണീറ്റ് വന്നിട്ടുണ്ട്. മാഡത്തിനെ പല്ല് ഏൽപ്പിക്കാൻ ഇരുത്തിയിരിക്കുകയാണ്. ആ സമയത്ത് മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈയിടെയായിട്ട് ഓരോ പല്ലിങ്ങനെ ഇളകുന്നതുകൊണ്ട് എന്നെ തൊടിക്കില്ലായിരുന്നു. ഇപ്പോൾ ഇളകി നിന്ന പല്ലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തേക്കി ഇങ്ങനെ തേക്കി എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖം കഴിക്കുമ്പോഴാണ് ആളൊന്ന് ഓണാവുക. അതുവരെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ ഇന്ന് അച്ഛൻ പോവുകയാണെന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ബോധമൊന്നും ആൾക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ചില്ലായിട്ട് ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛനെ കാണാണ്ട് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രിയാകുമ്പോൾ അച്ഛൻ അപ്പുറത്തെ റൂമിൽ ഇപ്പോൾ വല്ല കോൾഡൊക്കെ വന്നിട്ട് അവൾക്ക് പടരണ്ടെന്ന് വിചാരിച്ച് അപ്പുറത്ത് മാറി കിടന്നാൽ തന്നെ അച്ഛൻ എന്താ ഇവിടെ കിടക്കാത്തതെന്ന് ചോദിച്ച് കരച്ചിലും ബഹളമാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് അച്ഛൻ എങ്ങോട്ടാ പോകണമെന്നുള്ളൊരു ധാരണ കറക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പം
ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒന്ന് തോളിലിട്ടൊക്കെ നോക്കുകയാണ് വെയിറ്റൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ. ബുള്ളറ്റിലാണ് പോണത്, എന്നാലും അവിടെ ഇറങ്ങി നടക്കുമ്പോൾ ഇത് തോളിലിട്ടിട്ട് നടക്കണമല്ലോ. പിന്നെ മിഥുവിന് കോൾഡ് ഉണ്ട് 2-3 ദിവസമായിട്ട്. ആദ്യം തുടങ്ങിയത് ചക്കിക്കാണ്, പിന്നെ എനിക്ക് വന്നു. എൻ്റെ മാറിയപ്പോഴേക്കും കറക്റ്റ് പോകാനായപ്പോഴേക്കും മിഥുവിനും വന്നു. 2 ദിവസമായിട്ട് മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ട മെഡിസിൻസൊക്കെ കയ്യിൽ വെച്ചിട്ടുമുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. പോകാനായപ്പോഴേക്കും കുറേയൊക്കെ ഒരു ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ രാവിലെ ന്യൂസ് കാണുമ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു ഫോണിൽ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇന്നും നാളെയൊക്കെ ശബരിമലയിൽ കനത്ത മഴയും മഞ്ഞുമൊക്കെ ആയിരിക്കും, യാത്ര ദുഷ്കരമാവും എന്നാണ് പറയുന്നത് എന്ന്. പക്ഷേ മിഥു അത് കേട്ട് ഇങ്ങനെ ചിരിച്ചു. എല്ലാം ഓരോ പരീക്ഷണങ്ങളാണ് എല്ലാം. അതൊക്കെ നേരിട്ട് അവിടെ വന്ന് പ്രാർത്ഥിച്ച് വരുമ്പോഴേക്കും ഒരു സന്തോഷവും ഒരു പ്രത്യേക അനുഭൂതിയായിരിക്കും അതെന്ന് വിചാരിക്കുന്നു. കുഴപ്പമൊന്നും ഉണ്ടാവാതെ എല്ലാം ഭംഗിയായിട്ട് യാത്ര ചെയ്ത് മിഥു തിരിച്ചു വരും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാനും അതിനെപ്പറ്റി ഒരുപാട് പ്രശ്നമാവുമെന്ന് ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട്. എന്നാലും വല്ലാണ്ട് അങ്ങോട്ട് സ്ട്രെസ് ചെയ്ത് വെറുപ്പിക്കേണ്ടെന്ന് വെച്ചു. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ അയ്യോ പോയിട്ട് എന്താവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു നെഗറ്റീവ് എനർജി അങ്ങോട്ട് സ്പ്രെഡ് ആവുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടെങ്കിലും ഞാനതൊന്നും പുറത്ത് കാണിക്കാതെ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ചിലപ്പം ഇത് വിചാരിക്കുന്നുണ്ടാവും ഇവൾക്ക് ഒരു കൂസലും ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഈ വ്ളോഗ് കാണുമ്പോൾ അല്ല, അതിന് മുന്നേ തിരിച്ച് വരുമ്പോൾ ഞാൻ പറയും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പം എന്തായാലും ഇത് സമാധാനമായിട്ട് പോയിട്ട് വരട്ടെ. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇത് പോണ സമയമായപ്പോഴേക്കും കേട്ടോ. ഞങ്ങൾ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ഇത് തിരിച്ചു വന്നിട്ട് എനിക്കൊരു ചട്ടി നിറയെ മീൻകറി ഉണ്ടാക്കി തരണം എന്ന് പറയായിരുന്നു അമ്മയോട്. അപ്പോൾ മിഥുവിൻ്റെ ഈ ഒരു യാത്ര, ഈ ഒരു ശബരിമലയ്ക്ക് പോക്ക്, മാലയിടലും ഒക്കെ എൻ്റെ ലൈഫിലും ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ മുന്നത്തെ ഏതോ ഒരു വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനൊരു നിരീശ്വരവാദിയായിരുന്നു, ഏത്തിസ്റ്റായിരുന്നു. അപ്പം ഞാൻ എൻ്റെ 18 വയസ്സ് വരെ വളർന്നിരിക്കുന്നത് ഇങ്ങനത്തെ യാതൊരു ആചാരങ്ങളും ചിട്ടകളും പാലിക്കാതെയാണ്. ഞങ്ങൾക്ക് കുടുംബക്ഷേത്രമുണ്ട്, അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ ആ ഒരു രീതിയിലല്ല ജീവിച്ചിരുന്നത്. അപ്പം ഞങ്ങളും വീട്ടിൽ ഫോളോ ചെയ്തിരുന്നത് ആ ഒരു സിസ്റ്റമാണ്. വൈകുന്നേരം വിളക്ക് വയ്ക്കുക എന്നുള്ള കാര്യം പോലും എൻ്റെ റൂട്ടീനിലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു 41 ദിവസം കണ്ടിന്യൂസ്ലി നോൺ വെജ് കഴിക്കാതിരിക്കുന്നത്. എനിക്ക് മീനില്ലാതെ ഒരാഴ്ചയിൽ കൂടുതൽ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ 34 വർഷത്തിനിടയ്ക്ക് ഇപ്പോഴാണത് നടന്നിരിക്കുന്നത്. ഐ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദാറ്റ്. എനിക്കൊരിക്കൽ പോലും അത് കഴിക്കണം എന്നൊരു ക്രേവിങ് വന്നിട്ടില്ല. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് ആ ക്രേവിങ്സിനെ പിടിച്ച് വെച്ച് ഇരുന്നിട്ടേ ഇല്ല. ഞാൻ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ 100% എന്താ പറയുക, സമാധാനത്തോടെയാണ് ഈ വ്രതം കംപ്ലീറ്റ് ആക്കുന്നത് എന്നുള്ളതിൽ എനിക്കും ഭയങ്കര സന്തോഷം. വിളിക്കട്ടാ, വിളിക്കണം നിർത്തുമ്പോൾ. അങ്ങനെ ഇത് പോയപ്പോൾ ഗേറ്റൊക്കെ അടച്ച് അകത്തേക്ക് നടക്കുകയാണ്. ഒരു മണിക്കൂർ കൂടുമ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഞങ്ങളടുത്തറിയുന്നവർക്കൊക്കെ അത് അറിയുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ യാത്ര കൊണ്ട് മിഥു മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നത് എന്താണോ അതൊക്കെ പൂർത്തിയാക്കി സമാധാനമായിട്ട് തിരിച്ച് വരട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോഴാണ് കോള് വരുന്നത്. ഇത്ര പെട്ടെന്ന് തന്നെ മിസ് ചെയ്തോ എന്ന് വിചാരിച്ച് കോൾ എടുത്ത് നോക്കുമ്പോൾ ഞാൻ ആധാർ കാർഡ് എടുക്കാൻ മറന്നു, നിൻ്റെ കയ്യിലാണ് എൻ്റെ ഒറിജിനൽ ആധാർ കാർഡ് ഉള്ളത്, അതെടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അങ്ങനെ ആധാർ കാർഡ് എടുത്ത് ഞാനും ചക്കിയും കൂടി വഴിയിലേക്ക് ചെന്നപ്പോഴേക്കും ആളിവിടെ എത്തി. അധിക ദൂരമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആധാർ കാർഡ് വാങ്ങിയിട്ട് ബൈ പോയിട്ടുണ്ട്. കാടിന്റെ ഇടയിലാണ് എന്റെ വീട്. വീടിന്റെ ഉള്ളിൽ ഇത്തിരി കാടുണ്ട്. വെൽ സെഡ്. പിന്നെ ഒരു ആന വരുന്നു. അത്രയ്ക്ക് വേണ്ടായിരുന്നു, അത് കുറച്ച് കൂടുതൽ.
അച്ഛൻ എന്നും പോണ പോലെ പോകുന്നതാണ്, വൈകുന്നേരം തിരിച്ചു വരുന്നതാണ് മാഡത്തിൻ്റെ വിചാരം. അതാണ് ഈ തുള്ളിച്ചാടിയുള്ള പോക്ക്. മിക്കവാറും രാത്രിയാകുമ്പോൾ ഒരു കരച്ചിൽ സീൻ പ്രതീക്ഷിക്കാം. ഞാനിതാ വീട്ടിലെത്താറായെന്ന് പറഞ്ഞ് കോള് വന്നപ്പോൾ ക്ലിനിക്കിലെ കാര്യങ്ങളൊക്കെ വേഗം ഒതുക്കിയിട്ട് ഓടി വീട്ടിലെത്തിയതും ദാ കിടക്കുന്നു നമ്മുടെ സ്വാമി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസത്തെ ഞങ്ങളുടെ ടീ ടൈമാണ് കേട്ടോ. മിഥുവിൻ്റെ യാത്രയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. മിഥു ഞായറാഴ്ച ഇവിടെ നിന്ന് പോയിട്ട് നേരെ എറണാകുളത്തുള്ള മേമ്മയുടെ വീട്ടിൽ സ്റ്റേ ചെയ്തു. തിങ്കളാഴ്ച രാവിലെയാണ് അവിടെ നിന്ന് ശബരിമലയ്ക്ക് പുറപ്പെട്ടത്. ഉച്ചയ്ക്കൊരു 3:30 പമ്പയിലെത്തി. അവിടെ ബൈക്ക് വെച്ചിട്ട് നേരെ മല കയറി. പിറ്റേ ദിവസം ഉച്ചയ്ക്കായിരുന്നു ഓൺലൈൻ ബുക്കിംഗ് വഴി കിട്ടിയ ടൈം സ്ലോട്ടെങ്കിലും ഇപ്പം തന്നെ കയറിക്കോളാനാണ് അവിടെ നിന്ന് പറഞ്ഞത്. മല കയറുമ്പോൾ നല്ല മഴയായിരുന്നു. എന്നാലും മഴയൊക്കെ കൊണ്ടിട്ടാണെങ്കിലും ആദ്യത്തെ ഒരു 2 കിലോമീറ്റർ കയറിയപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ തോന്നിയെങ്കിലും പിന്നെ അങ്ങോട്ടൊരു നിർവികാരമായ കയറ്റമായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ എത്തി ദർശനം കിട്ടിയ ശേഷം എന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൂടെ ഞാനും കേട്ടു ഹരിവരാസനം. അതൊരു ഡിവൈൻ മൊമെൻ്റ് ആയിരുന്നു. ചെറുതായിട്ട് റൊമാൻറ്റിഫിക്കേഷനൊക്കെ വന്നു എനിക്ക്. പിന്നെ രാവിലെ വിളിച്ചപ്പോഴാണ് ഇത് പറഞ്ഞത് ഉറക്കം വരാത്തതുകൊണ്ട് ഒരു 3 മണിയായപ്പോൾ പമ്പയിലേക്ക് ഇറങ്ങി ഒരു 7 മണി വരെ അവിടെ കിടന്നുറങ്ങിയെന്ന്. പിന്നെ അവിടുന്ന് ചൊവ്വാഴ്ച രാവിലെ തിരിച്ച് തൃശ്ശൂരേക്ക് എത്തി. അമ്മമ്മയെ കണ്ടു. അമ്മമ്മയ്ക്ക് അരവണയൊക്കെ കൊടുത്ത് അന്ന് രാത്രി അമ്മമ്മയുടെ കൂടെ സ്റ്റേ ചെയ്തിട്ട് ബുധനാഴ്ച ഉച്ചയോടെയാണ് മിഥു വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴേ കോൾഡ് ഉണ്ടായിരുന്നതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് കോൾഡിൻ്റെ. പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും കാലിൽ ചെറിയൊരു നീർക്കെട്ടും ഉണ്ട് എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ മിഥു ഇതാണ് എന്നോട് പറഞ്ഞത്. ഞാനതവിടെ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയതാണ്. യാത്രയായിരുന്നു അവിടുത്തെ ഏറ്റവും അടിപൊളി അങ്ങോട്ടുള്ള യാത്ര. അപ്പോൾ എന്തായാലും മിഥുവിന് 2 ദിവസം കൂടി റെസ്റ്റ് ആവശ്യമാണ്. മിഥു റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് വീണ്ടും വേറൊരു വ്ളോഗിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.